ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സൈലം ബാങ്കിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കുള്ള ഡൗട്ടാണ്, എപ്പോഴും പറയാനുള്ള ഒരു മെസ്സേജാണ്. അലിഗേഷൻ മിക്സേഴ്സ് എല്ലാം പഠിച്ചു സാറേ, പക്ഷേ മിക്സേഴ്സിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റും. അലിഗേഷൻ റൂൾ ഉപയോഗിച്ച് മറ്റ് ക്വസ്റ്റൻസ്, അതായത് മറ്റ് ക്വസ്റ്റൻസ് പറയുന്നത് അരിത്തമെറ്റിക്കിൻ്റെ ക്വസ്റ്റൻസ് മറ്റ് ടോപ്പിക്സിൽ വരും അല്ലേ. നമ്മളിപ്പോൾ ഓരോ ടോപ്പിക്കിലും പഠിക്കുമ്പോൾ ആവറേജ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, അരിത്തമെറ്റിക്കിൻ്റെ ആവറേജ് പഠിക്കുമ്പോൾ അലിഗേഷൻ ഇൻ ആവറേജ്. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിക്കുമ്പോൾ സിമ്പിൾ SICA പഠിക്കുമ്പോൾ പറയും അലിഗേഷൻ ഇൻ SICA, അലിഗേഷൻ ഇൻ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അലിഗേഷൻ ഇൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇങ്ങനെയെല്ലാം പഠിക്കാറില്ലേ. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പെട്ടെന്ന് അലിഗേഷൻ റൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് അധികം സിംപ്ലിഫിക്കേഷനിലായി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംശയമെല്ലാം എന്താണ് നമ്മളിന്ന് ഈ ഒരു സെഷനിൽ തീർക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അലിഗേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ അലിഗേഷൻ റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അരിത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അലിഗേഷൻ ഇൻ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. അതായത് അരിത്തമെറ്റിക്കിലെ വേരിയസ് ടോപ്പിക്സിലെ അലിഗേഷൻ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അലിഗേഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അരിത്തമെറ്റിക്കിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എങ്ങനെ സോൾവ് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, നോക്കാം. കുറച്ച് ക്വസ്റ്റൻസ് നോക്കിക്കേ. ആദ്യം വന്നേക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ ഷോപ്പ് കീപ്പർ ഹാസ് 350 kg of wheat, എ പാർട്ട് ഓഫ് വിച്ച്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ പാർട്ട് എന്ന വാക്ക് കേൾക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നോക്കിക്കേ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറയും കുറച്ച് ഭാഗം, പാർട്ട് ഓഫ് വീറ്റ്, റെസ്റ്റ് ബാക്കിയുള്ളത്, കുറച്ച് ഭാഗം. ഈ പാർട്ടായി നീക്കി വെക്കുന്ന ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ സിമ്പിളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പഠിച്ച് കാണും. കുറച്ച് എമൗണ്ട് മൊത്തം എൻ്റെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ A എന്ന ആളുടെ കയ്യിൽ കുറച്ച് രൂപയുണ്ട്, അതിൽ ഉദാഹരണം 60,000 rupees ഉണ്ട്, അതിലെ കുറച്ച് എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ A എന്ന ബാങ്കിൽ നിക്ഷേപിച്ചു, അതുപോലെ അതിൽ ബാക്കി കുറച്ച് എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ B എന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ രണ്ടും പാർട്ടായി. ഉദാഹരണം ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റൻസ് ആണ്. A to B യാത്ര ചെയ്യണം, അതിൻ്റെ കുറച്ച് ദൂരം കാറിലും കുറച്ച് ദൂരം ട്രെയിനിലും യാത്ര ചെയ്തു, അത് പാർട്ടായില്ലേ. അപ്പോൾ ഇങ്ങനെ പാർഷ്യലി അതിനെ മുറിക്കുന്ന സംഭവങ്ങളെ, ആ ഒരു ലോജിക്കിനെ കട്ട് ചെയ്യുന്ന പാർഷ്യലി, കുറച്ച് വെള്ളം, കുറച്ച് റൈസ് ഇത്ര രൂപയ്ക്ക് വിറ്റു, ബാക്കി കുറച്ച് റൈസ് ഇത്ര രൂപയ്ക്ക് വിറ്റു, അങ്ങനെ പാർട്ട്ലി ചേഞ്ച് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാം, അലിഗേഷൻ റൂൾ ഉപയോഗിച്ച്. അലിഗേഷൻ ഒരിക്കലും ഒരു മെത്തേഡ് അല്ല, ഇറ്റ് ഈസ് എ ടൂൾ. അലിഗേഷൻ എന്ന റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. നോക്കിയാലോ, ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ. എ ഷോപ്പ് കീപ്പർ ഹാസ് 350 kg of wheat, പാർട്ട് ഓഫ് വിച്ച്, ഉണ്ടോ, പാർട്ട് ശ്രദ്ധിക്കണേ, പാർട്ട് ഓഫ് വിച്ച് ഹി സെൽസ് അറ്റ് 18% പ്രോഫിറ്റ്. ഈ അലിഗേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അലിഗേഷൻ റൂൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഫ്രാക്ഷൻസും ഡെസിമൽസും ഉപയോഗിക്കുക. അങ്ങനെ ഫ്രാക്ഷൻസോ ഡെസിമൽസോ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്ത് ആ ഫ്രാക്ഷൻസിനും ഡെസിമൽസ് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലിയർ ആക്കുക, അതായത് ബാലൻസ് ആക്കുക എന്നർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ അലിഗേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റൻസ് മാത്രം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് ആണെങ്കിൽ പോസിറ്റീവ് സൈനും ലോസ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻസും കൊടുക്കാൻ മറക്കരുത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അലിഗേറ്റ് ചെയ്യാൻ അറിയാം, ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഞാൻ അധികം നിങ്ങൾ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് സെഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, a shopkeeper has 350 kg of wheat, part of which he sells at 18% profit. കുറച്ച് ഭാഗം 18% പ്രോഫിറ്റിലാണ്. ഞാൻ മാർക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ പറയുന്നത്, ഒരു പാർട്ട് കുറച്ച്. ഓക്കെ, സം എത്രയാണോ, ചിലപ്പോൾ ആവറേജിൻ്റെ ക്വസ്റ്റൻസിൽ പറയും ബോയ്സിൻ്റെ ഹൈറ്റ് എത്രയാണ്, ഗേൾസിൻ്റെ ഹൈറ്റ് ഇത്രയാണ്, മൊത്തം ക്ലാസ്സിൻ്റെ മൊത്തം ഹൈറ്റ് എത്രയാണ്, എന്നിട്ട് എന്ത് ചെയ്യും, മൊത്തം ഓരോരുത്തരുടെയും എണ്ണം കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ നിന്ന് സം എനിക്ക് അറിയാൻ പാടില്ല. എ പാർട്ട് ഓഫ് വിച്ച് സെൽസ് അറ്റ് 18% പ്രോഫിറ്റ് ആൻഡ് ദ റെസ്റ്റ്, ബാക്കിയുള്ളത് ജസ്റ്റ് അപ്പുറത്തേക്ക്. അപ്പോൾ ഞാൻ സം കുറച്ചുള്ളതിനെയും റെസ്റ്റിനെയും വെച്ച് നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണോ പാരാമീറ്റർ തരുന്നത് അത് മാറ്റി എഴുതിയാൽ മതി കേട്ടോ. സം എത്രയാണ്, 18% പ്രോഫിറ്റ് പ്ലസ് 18% എഴുതി. ആൻഡ് റെസ്റ്റ് എത്രയാണ്, ബാക്കിയുള്ള എത്രയാണ്, പ്ലസ് 25% ആണ്. എല്ലാം ക്വസ്റ്റ്യനിലുണ്ട്. നോക്കിക്കേ, പ്ലസ് 18% പ്ലസ് 25%. അലിഗേഷൻ റൂൾ പഠിച്ചവർക്കറിയാം, നമ്മൾ സെൻറ്ററിൽ അലിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ മാർക്ക് ചെയ്യുന്ന ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നത് ഓവറോൾ ആയിരിക്കും, ഓവറോൾ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റേജ് ആവറേജ് ആയിരിക്കും അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു ഹി ഗെയിൻസ് 22% ഇൻ ദ വോൾ. അതിനടുത്ത് എന്താ, ടോട്ടലി മൊത്തത്തിൽ 22% ആണ്. അപ്പോൾ എനിക്ക് സെൻട്രൽ എന്ന് മാർക്ക് ചെയ്യാം, 22 മാർക്ക് ചെയ്യാം, അതും ഓവറോൾ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്, ദ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് സോൾഡ് അറ്റ് 18%. അതായത് ഈ കാണുന്ന 18% എത്രയാണോ ക്വാണ്ടിറ്റി എനിക്ക് അറിയാൻ പാടില്ല. ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ്, മോർ ഓർ ലെസ് കമ്പാരിസൺ ഓഫ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് ഓഫ് പെർസെൻറ്റേജ്, ഇൻക്രീസിങ് ഓഫ് പെർസെൻറ്റേജ്, ഡിക്രീസിങ് ഓഫ് പെർസെൻറ്റേജ് എല്ലാം നമ്മൾ അവിടെ പഠിച്ചാണ്, പെർസെൻറ്റേജിൻ്റെ ബേസിക്സിൽ പഠിച്ചാണ്. അപ്പോൾ ആദ്യം ഇത് അലിഗേറ്റ് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നാണ് നമ്മുടെ മെയിൻ ലോജിക്ക്. 18 പ്ലസ് 25 പ്ലസ് 22 ഉണ്ട്. നമുക്ക് അലിഗേറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസിൽ ചെയ്യാം, C ആണെങ്കിൽ മൊത്തം ക്ലോക്ക് വൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ള് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം. അലിഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് 18, 25,
22 മൂന്നിനെയും അലിഗേറ്റ് ചെയ്യാണ്. ഞാൻ എന്താണ് ലാർജർ മൈനസ് സ്മോളർ എന്ന ലോജിക്കിലേക്ക് പോവാണ്. ആരോ മാർക്ക് ഇടുന്നില്ല. 25 മൈനസ് 22 അതായത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ ആരോ മാർക്ക് ഇല്ലാണ്ട് വേണ്ട. 25 മൈനസ് 22 എത്ര എനിക്ക് കിട്ടുക? എനിക്ക് 3 ആണ് കിട്ടുക. ആ 3 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 3 പാർട്ടാണ്. ഈസ് ടു 22 മൈനസ് 18 എത്രയാണ്? 4 പാർട്ടാണ്. അപ്പോൾ 3:4 എന്ന റേഷ്യോയിലാണ് എന്താണ് അതിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞേക്കുന്നത്. ഇനി ചോദിക്കുന്നത് നോക്കിക്കേ, ദ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എപ്പോഴും. ടു ഫൈൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. ക്വസ്റ്റ്യനിലേക്കും ഓപ്ഷനിലേക്കും ഒരു കണ്ണ് എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം. ദ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് സോൾഡ് അറ്റ് 18%. 18 എവിടെയാ? ഇവിടെയല്ലേ? ക്വാണ്ടിറ്റി എത്രയാ? 3 ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ കാണുക? മോർ ഓർ ലെസ് കാണുമ്പോൾ എന്താ പഠിപ്പിച്ചേക്കുന്നത്? മൈനസ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻസ് കാണുക. രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക. ഓക്കെ, മോർ ഓർ ലെസ് ദാൻ ദ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് സോൾഡ് അറ്റ് 25%. ഈ 18 എന്ന് പറയുന്നത് എത്ര കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് കമ്പയറിങ് ടു എത്രയാണ്? 25%. എന്ത് കാണണം? അവ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാം. ബേസിക്കലി 3ൻ്റെയും 4ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു ആരാ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, ടു 25% പ്രോഫിറ്റ് ആണ്. അത് എത്രയാണ്? 4 ആണ്. 1/4 പെർസെൻറ്റേജ് അല്ലേ? ഇൻറ്റു 100. 1/4 എന്ന് കണ്ടാൽ നമുക്കറിയാം ഡയറക്റ്റ്ലി എന്താണ് ആൻസർ 25 ആണ്. സോ മൈ ആൻസർ ഈസ് 25%. അലിഗേഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിലെ എല്ലാ പാരാമീറ്റേഴ്സും പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗത്തും എന്തിട്ടത്? ഈ പോസിറ്റീവ് ഇട്ടത്. സൈൻ ലോസ് ആണെങ്കിൽ സൈൻ ഞാൻ മൈനസ് ആക്കും. ചില ഭാഗത്ത് മൈനസ് ഓഫ് മൈനസ് വരും പോസിറ്റീവ് ആവും. ആ കാര്യം മറന്നു പോകരുത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഈ ഭാഗം ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി തരാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. 2 വാല്യൂസ് ആണ്. സം പാർട്ടും റെസ്റ്റും. കുറച്ച് ഭാഗം 18% പ്രോഫിറ്റിലാണ്, കുറച്ച് ഭാഗം 25%ലാണ്. ഓവറോൾ വരുന്നത് 22 ആണ്. ഞാൻ അലിഗേറ്റ് ചെയ്തു. 25 മൈനസ് 22 എത്ര കിട്ടി? 3 കിട്ടി. അതുപോലെ 22 മൈനസ് 18 എത്ര കിട്ടി? 4 കിട്ടി. ഇതാണ് അതിൻ്റെ റേഷ്യോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് നേരെ നോക്കുക. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി പറയുന്നത് എന്താ? അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് the quantity of wheat sold at 18%. എത്രയാണ്? 3 പാർട്ടാണ്. ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് കമ്പയറിംഗ് ടു 25. ഈ 3ഉം 4ഉം തമ്മിലുള്ള കമ്പാരിസൺ എത്രയാണ് വ്യത്യാസം? മോർ ഓർ ലെസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കണം. 1 എടുത്തു. വിത്ത് റെസ്പെക്ട് ടു ആരാണ്? 4 ആണ്. 4 എത്രയാണ്? 25 ആണ് അല്ലേ? അപ്പോൾ 1/4 × 100 കിട്ടും. 1/4 × 100 എല്ലാവർക്കും അറിയാം എത്രയാണ്? 25%. ഇങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അലിഗേഷൻ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ചോദ്യമായിരുന്നു. അടുത്ത എന്താണ്? അഗെയിൻ ബൈയും സെല്ലുമാണ്. അഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. ഓക്കെ, ഇവിടെ ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈൻ കൺവേർഷൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ അധികം ഡെഫിനേഷൻ പോകുന്നില്ല, ഡയറക്റ്റ്ലി ക്വസ്റ്റനിലേക്ക് പോകണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പേഴ്സൺ ബൈസ് 240 ആർട്ടിക്കിൾസ് അറ്റ് ₹2700 ഇഫ് സെൽസ് 4/9 പാർട്സ്. അപ്പോൾ അടുത്തെന്താ? 9/4 ഭാഗം. 4/9 പാർട്സ് അറ്റ് 30% ലോസ്. അപ്പോൾ നോക്കിക്കേ, ലോസ് സംഭവിക്കുന്നുണ്ട്. അറ്റ് വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഹി ഹാസ് ടു സെൽ ദ റിമൈനിങ്. ബാക്കിയുള്ള ആർട്ടിക്കിൾ 5/4 ഭാഗം ലോസ് ആണെങ്കിൽ ബാക്കിയുള്ള എത്രയാണ്? 5 ഭാഗം. അപ്പോൾ നോക്കിക്കേ, അത് പ്രോഫിറ്റിലാവണം. അപ്പോൾ ഞാൻ പ്രോഫിറ്റും ലോസും വെച്ച് അലിഗേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് എൻ്റെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് എനിക്ക് അറിയാൻ പാടില്ല. ലോസ് 30% ആണ്. ഞാൻ എന്തിട്ടോടെ? -30 ഇട്ടിട്ടുണ്ട് കേട്ടോ. -30 ആണ്. അറ്റ് വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇതെനിക്ക് അറിയാൻ പാടില്ല. ഇത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ എക്സ് കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ? ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താ പറയുന്നത്? അറ്റ് വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഹി ഹാസ് ടു സെൽ ദ റിമൈനിങ് ആർട്ടിക്കിൾസ്. റിമൈനിങ് പറയുന്നത് 4/9 സെല്ല് ചെയ്ത് കഴിഞ്ഞു. എന്തിനാണ്? ലോസിലാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ലോസ് ചെയ്യുന്ന പാർട്ട് 4 പാർട്ടാണ്. ബാക്കിയുള്ള റിമൈനിങ് പറഞ്ഞാൽ ഔട്ട് ഓഫ് 9 എത്രയാ? ഔട്ട് ഓഫ് 9ൽ എത്രയാണ്? 9ൽ 4 പോയി ബാക്കി എത്രയാ? 5 ആണ്. 4ഉം 5ഉം 9, മൊത്തം 9 പാർട്ടാണ്. അതിൽ 4 പാർട്ട് ലോസാണ്, 5 പാർട്ട് പ്രോഫിറ്റ് ആക്കണം. എന്താ കണ്ടീഷൻ പറയുന്നത്? വാട്ട് ഈസ് ദ കണ്ടീഷൻ? അവിടെ കണ്ടീഷൻ പറയുന്നത് എത്രയാ? മൊത്തം ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് അല്ലേ? നെയ്തർ പ്രോഫിറ്റ് നോർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ലാഭവും ഉണ്ടാവരുത്, നഷ്ടവും ഉണ്ടാവരുത്. അപ്പോൾ എനിക്ക് സെൻറ്ററിൽ ഓവറോൾ എത്ര കിട്ടണം? ഓവറോൾ എനിക്ക് കിട്ടേണ്ടത് 0 ആണെന്ന് മനസ്സിലാക്കുക അല്ലേ? 0 ആണ്. അലിഗേറ്റ് ചെയ്യാം. ഓക്കെ, അലിഗേറ്റ് ചെയ്തു. ശ്രദ്ധിച്ചോ, എനിക്ക് മുകളിലുള്ള ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോ, ഇവിടെ മൈനസ് വാല്യൂ ആണ്. നോക്കിക്കടാ, നിങ്ങൾക്കറിയാം ഏതോ ഒരു വാല്യൂവിൽ നിന്ന് 0 കമ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലേ? നോക്കിക്കേ, ഇവിടെ 0, ഇത് നോക്കിക്കേ, 0ഉം -30. ഞാൻ ഇങ്ങനെ അലിഗേറ്റെങ്കിൽ 0 ഇങ്ങനെ വരും കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കണേ. 0 - -30.
0 മൈനസ് 30 വരും. അത് ഞാൻ പറഞ്ഞ സൈന് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. 0 + 30 എന്ത് കിട്ടും? 30 കിട്ടും. അപ്പോൾ ഈ അലിഗേറ്റ് ചെയ്യുന്ന വാല്യൂ ഇവിടെ എത്ര കിട്ടണം? ഇവിടെ എനിക്ക് 30 കിട്ടണം. 0 മൈനസ് അലിഗേറ്റ് ചെയ്യുന്ന താഴത്തേക്കല്ലേ എഴുതുക, 30 കിട്ടണം. ആ 30ക്ക് പകരം ഇവിടെ ഉള്ള എത്രയാ? 5 ആണ്. അത് വെറും 5 അല്ല, റേഷ്യോ ആണ്, 5 പാർട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ ഞാൻ കുറച്ച് താഴ്ത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഇവിടെ 4 പാർട്ടും ഇവിടെ 5 പാർട്ടാണ്. അലിഗേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് 30 എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 4:5 റേഷ്യോ ആണ്. ഈ 5 പാർട്ട് എന്നത് എന്താണ്? 30. 5 പാർട്ട് 30 ആണെങ്കിൽ എനിക്ക് ലോജിക്കലി മനസ്സിലാക്കുമല്ലോ 4 പാർട്ട് എന്തായിരിക്കും? 4 പാർട്ട് എന്തായിരിക്കും? 5 × 6 അല്ലേ 30. ഇപ്പോൾ 4 × 6 എത്രയാണ്? ഇവിടെ എന്ത് കിട്ടണം? ഇവിടെ 24 കിട്ടണം. ഇനി എളുപ്പമായി, പണി കഴിഞ്ഞു. നോക്കിക്കേ, ഈ ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു എലമെൻ്റ് ആണ് അല്ലേ. എന്തോ ഒരു സംഖ്യയിൽ നിന്ന്, ഇവിടെ കാണുന്ന സംഖ്യയിൽ നിന്ന് 0 കുറച്ചപ്പോൾ 24. ഇനി നമ്പർ -0 ദാറ്റ് നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ 24 കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 24 - 0 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ ആൻസർ എന്താ? ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ എന്ത് കിട്ടണം? എനിക്ക് 24 എന്ന് കിട്ടണം. സോ മൈ ആൻസർ ഈസ് 24%. ക്ലിയർ. ഇത്രേ ഉള്ളൂ. നെഗറ്റീവ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ലോസ് ആയതുകൊണ്ട് -30 ആണ്. ഞാൻ ഈ ഡയറക്ഷനിലാണ് അലിഗേറ്റ് ചെയ്യുന്നത്, 0 മൈനസ് 30. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വാല്യൂ വരുന്നത് ചുമ്മാതല്ല. നോക്കിക്കേ, 0 മൈനസ് 30 +30 ആയി. ആ +30 ആണ് 5 പാർട്ട്. 5 പാർട്ട് എങ്ങനെയാണ് 30 ആവുക? × 6 ആണ്. അതേ ലോജിക്ക് ഇവിടെ ഉപയോഗിക്കും. 4 × 6 24 കിട്ടും. സോ മൈ ആൻസർ ഈസ് 24%. വളരെ എളുപ്പമല്ലേ? ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് ഷോർട്ട് കട്ട് എന്ന് പറയില്ല, നമുക്ക് അലിഗേഷൻ്റെ കൺസെപ്റ്റ് അറിയുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എളുപ്പം കിട്ടിയത് അല്ലേ. അപ്പോൾ അലിഗേഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് ഇതുപോലുള്ള ചോദ്യം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് വേറൊരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ആവറേജ് സാലറി. ഓക്കെ, ആവറേജിൻ്റെ ക്വസ്റ്റൻ, ആവറേജ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ, പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ഇത്ര സമയം വേണ്ടു. നോക്കിക്കേ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ക്വസ്റ്റൻ വായിക്കുന്നു, ചെയ്യുന്നു. ദ ആവറേജ് സാലറി ഓഫ് ഓൾ ദ വർക്കേഴ്സ് ഇൻ എ വർക്ക്ഷോപ്പ് ഈസ് 8,000. എല്ലാവരുടെയും വർക്ക്ഷോപ്പിലെ സാലറി 8,000 ആണ്. എല്ലാവരുടെയും ആവറേജ്, ശരാശരി. ദ ആവറേജ് സാലറി ഓഫ് 7 ടെക്നീഷ്യൻസ്. അപ്പോൾ ടെക്നീഷ്യൻസ് ഒരു ഭാഗത്തുണ്ട്, ടെക്നീഷ്യൻസ് ഈസ് 12,000. ടെക്നീഷ്യൻസിൻ്റെ സാലറി 12,000 ആണ്. അതുപോലെ തന്നെ ആവറേജ് സാലറി ഓഫ് റെസ്റ്റ്, ബാക്കിയുള്ള ആരോ ആയിക്കോട്ടെ, ബാക്കിയുള്ള റെസ്റ്റ് ആൾക്കാരുടെ സാലറി 6,000 ആണ്. ഓക്കെ, ഞാൻ ടെക്നീഷ്യൻസിനെയും റെസ്റ്റ് വെച്ചും അലിഗേറ്റ് ചെയ്യാൻ പോവാണ്. ടെക്നീഷ്യൻസും റെസ്റ്റും. ഓക്കെ, ഓവറോൾ സാലറി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 8,000 ആണ്. അപ്പോൾ ഓവറോൾ ആവറേജ് ആണ്, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? സെൻട്രൽ മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ സെൻട്രൽ മാർക്ക് ചെയ്യുന്നത് എത്രയാണ്? 8,000 ആണ്. പരിപാടി കഴിഞ്ഞു. ഒന്നെങ്കിൽ ക്ലോക്ക് വേസിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വേസിൽ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അലിഗേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഹയർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ ആണ്. 12,000 ഇങ്ങോട്ട് അലിഗേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 12,000 - 8,000 എന്ത് കിട്ടും? 12,000 - 8,000 4,000 കിട്ടും. ഈ ഭാഗത്തോ 8,000 ഇങ്ങനെ അല്ലേ, ഇങ്ങനെയും 8,000 - 6,000 2,000 ആണ്. രണ്ടിനും റേഷ്യോ എടുക്കുമ്പോൾ രണ്ട് ഭാഗത്തും 0 കട്ട് ചെയ്ത് കളയാം. സീറോസ് കട്ട് ചെയ്യുമ്പോൾ 2:4 കിട്ടും. ചെറുതാക്കുമ്പോൾ 1:2 കിട്ടും. 1:2 ആണ് ആ എന്ത് ടെക്നീഷ്യൻസിൻ്റെയും റെസ്റ്റ് ഓഫ് വർക്കേഴ്സിൻ്റെയും റേഷ്യോ. ഒരിക്കലും എണ്ണമല്ല, റേഷ്യോ കിട്ടി. നോക്കിക്കേ, നമുക്ക് നാച്ചുറലി തോന്നുന്ന സംശയമാണ്, 1 ഉം 2 അല്ലല്ലോ. പക്ഷെ നോക്കി, ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാൻ വേണ്ടി ഒരു ക്ലൂ വന്നിട്ടുണ്ട്. സാലറി ഓഫ് 7 ടെക്നീഷ്യൻസ്. അപ്പം ടെക്നീഷ്യൻസിൻ്റെ എണ്ണം 7 അല്ലേ. ഇവരുടെ ടെക്നീഷ്യൻസ് ഏത് ഭാഗത്തുള്ളത്? ഇവിടെ അല്ലേ. അപ്പോൾ ഈ ടെക്നീഷ്യൻസ് 7 ആണെങ്കിൽ ഈ കാണുന്ന 1 പാർട്ട് എത്രയാണ്? 1 പാർട്ട് 7 ആണെന്ന് കിട്ടില്ലേ. ടെക്നീഷ്യൻസിൻ്റെ റേഷ്യോ ആണ് 1 പാർട്ട് 7 ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് 1 പാർട്ട് 7 ആണ്. അങ്ങനെയെങ്കിൽ 2 പാർട്ട് എത്രയായിരിക്കും? 1 പാർട്ട് 7 ആണെങ്കിൽ 2 പാർട്ട് 14 ആയിരിക്കും. ടു ഫൈൻഡ്, ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്. ടെക്നീഷ്യൻസ് 7 ഉണ്ട്, റെസ്റ്റ് 14 ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ആഡ് ചെയ്യുക. 7 + 14 എത്ര കിട്ടും? 7 ഉം 14 ഉം 21 ആണ് ആൻസർ. മൈ ആൻസർ ഈസ് ഓപ്ഷൻ സി 21. ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 40 students in a class. ₹5340 is distributed among them so that each boy gets 120. ബോയ്ക്ക് കിട്ടുന്ന എത്രയാ? ബോയും ഗേളും തമ്മിൽ അലിഗേറ്റ് ചെയ്യുന്നു. ബോയ് 120 കിട്ടുന്നു. 120 അല്ലേ? 120 ആണ്. ആൻഡ് ഈച്ച് ഗേൾ ഗെറ്റ് 150 കിട്ടുന്നു. ഓക്കെ, ഇഫ് ഈച്ച് ബോയ് ഗെറ്റ് 180 ആൻഡ് ഇഫ് കണ്ടീഷൻ ആണ്, ഇഫ് ഈച്ച് ബോയ് ഗെറ്റ് ₹180 ആൻഡ്
₹200 for girl, then find the amount. അതായത് ഇഫ് കണ്ടീഷൻ ഇപ്പോൾ കിട്ടുന്നത് ബോയിന് 120ഉം 150ഉം ആണ്. അതേ സ്ഥാനത്ത് 180ഉം 200ഉം കിട്ടണമെങ്കിൽ എത്ര രൂപയായിരിക്കും ടോട്ടൽ? അതിനെനിക്ക് എന്തരണം? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എന്തരണം? ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം, നമ്പർ അറിയണം. ഇവിടെ നമ്പർ അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ സെപ്പറേറ്റ് ആകുമ്പോൾ, അതായത് പാർട്ട് ആകുമ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യാം? എലിഗേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നോക്കിക്കേടാ, ഇവിടെ ബോയ്സിൻ്റെ 120 ആണ്, ഗേൾസിൻ്റെ 150 ആണ്. പക്ഷേ എനിക്ക് ഓവറോൾ ആവറേജ് അല്ലേ, ഈ ക്വസ്റ്റ്യനിൽ ഓവറോൾ ആവറേജ് ഓഫ് ദ ക്ലാസ്, ബോയ്സും ഗേൾസും അടങ്ങുന്നില്ല ക്ലാസ്, അത് തന്നിട്ടില്ല. പക്ഷേ എനിക്കറിയാം ദർ ആർ 40 സ്റ്റുഡൻസ്, ഈ ബോയ്സും ഗേൾസും അടങ്ങുന്നില്ലേ 40 സ്റ്റുഡൻസ് 40 ആണ്. 5340 ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓവറോൾ ആവറേജ് എത്ര വരും? ഓവറോൾ ആവറേജ് എമൗണ്ട് എത്ര വരും? 5340 ആണ് ടോട്ടൽ എമൗണ്ട്. ഡിവൈഡർ ബൈ എത്ര വരും? മൊത്തം പിള്ളേർ എത്രയാണ്? 40 ആണ്. ഡിവൈഡ് ബൈ 40, 0 കട്ട് ചെയ്യാം. 534/4 30. ലാസ്റ്റ് നമ്മൾ ഡിവിസിബിലിറ്റി ഉള്ള 4 പഠിച്ചിട്ടില്ല, അവസാനം 34 ആണ്. 4ൽ കട്ട് ചെയ്യില്ല, 2ൽ കട്ട് ചെയ്യാം. 2ൽ കട്ട് ചെയ്യുമ്പോൾ എന്താ? ബൈ 2 വരും. 534, 500ൻ്റെ പകുതി 250, 34ൻ്റെ പകുതി 17, 250ഉം 17ഉം 267 ആണ്. അപ്പോൾ എന്താണ്? 2 ഡിവിസിബിൾ അല്ല. എൻ്റെ ആവറേജ് 267/2 ഫ്രാക്ഷൻ വന്നു കണ്ടോ. അപ്പോൾ ഇവിടെ 267/2 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എനിക്കിവിടെ അലിഗേഷൻ യൂസ് ചെയ്യണം. ഞാൻ അലിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അലിഗേറ്റ് ചെയ്യുന്നത് ഓക്കെ, ക്രോസ് ചെയ്തു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, എലിഗേറ്റ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസോ ഡെസിമലോ വരരുത്, അതിനെ ബാലൻസ് ആക്കണം. ബാലൻസ് ആക്കാൻ ചെയ്യുന്നത് എന്താ? ഇവിടെ ഡിവൈഡർ ബൈ 2 അല്ലേ, അപ്പോൾ ഈ കാണുന്ന നമ്പറിനെ ഒരു *2 ചെയ്തുകൊണ്ട്, എല്ലാത്തിലും *2 അല്ല, ഇപ്പോൾ ഡിവൈഡർ ബൈ 10 ആണെങ്കിൽ *10, ഡിവൈഡർ ബൈ 6 ആണെങ്കിൽ *6, ഡിവൈഡർ ബൈ x ആണെങ്കിൽ x, y ആണെങ്കിൽ y, ആ നമ്പറിന് അങ്ങോട്ട് ഡിനോമിനേറ്ററിന് ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ *2 ചെയ്യുമ്പോൾ ആ 2 ക്യാൻസൽ ആവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഇവിടെ മാത്രം ചെയ്താൽ മതിയോ? അല്ല, അവിടെ മൊത്തം കാണുന്ന അലിഗേഷൻ പാരാമീറ്റേഴ്സിൽ മൊത്തം എല്ലാ ഭാഗത്തും ആ *2 ചെയ്യണം. അപ്പോൾ നമ്പേഴ്സ് എല്ലാം മാറും. അപ്പോൾ ഒരു വട്ടം ഈ നമ്പേഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ പുതിയ നമ്പേഴ്സിലേക്ക് പോകും അല്ലേ. പുതിയ നമ്പേഴ്സ് എന്തായിരിക്കും പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയേ. 120 × 2, 120 × 2 എത്രയാ? 240 ആണ്. 150 × 2 300 ആണ്. ഇവിടെ എന്താവും? ഇവിടെ ഈ 2 ും 2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്താ വരിക? 240 വരും, അപ്പുറത്ത് 300 വരും, സെൻറ്ററിൽ 267 × 2/267 ആയി മാറും അല്ലേ. 267 ആണ്. ഇനി എനിക്ക് അലിഗേറ്റ് ചെയ്യാം സിമ്പിളായിട്ട്. ലാർജർ നമ്പർ 300 ന്ന് 267, 30 3 33. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് 33 കിട്ടും. ഈസ് 267ഉം 240, 40ഉം 27. അപ്പോൾ റേഷ്യോ എന്താണ്? 33:27 ആണ്. രണ്ടിലും 3 കോമൺ ആണ്. കട്ട് ചെയ്യാം. റേഷ്യോ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം ആക്കണ്ടേ? 3 × 11 ആണ്, 3 × 9 ആണ്. സോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ ആണ്, എണ്ണമല്ല റേഷ്യോ ആണ്. B:G. മുകളിൽ ഞാൻ എഴുതാൻ വിട്ടുപോയി. ഇവിടെ ബോയ് ആണ്, ഇവിടെ ഗേൾ ആണ്. ഇതൊരു ഓക്കെ ആണോ? ഇതൊരു ഓക്കെ അല്ലേ? അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 11:9 ആണ്. ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിച്ചോ. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും B:G 11:9 ആണ്. അതായത് 11 പാർട്ട് പ്ലസ് 9 പാർട്ട് മൊത്തം എത്രയാടാ? മൊത്തം 20 പാർട്ടാണ്. മൊത്തം സ്റ്റുഡൻസ് 20 പാർട്ടാണ്. ബോയ്സും ഗേൾസും അടങ്ങുന്നത് 20 പാർട്ടാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? 40 സ്റ്റുഡൻസാണ്. 20 പാർട്ട് ബോയ്സും ഗേൾസും ആണെങ്കിൽ സ്റ്റുഡൻസ് 20 പാർട്ടാണ്. അത് 40 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്ട്ലി 20 പാർട്ട് എന്താണ്? 40 ആണെന്ന് കിട്ടും. അപ്പോൾ കോമൺ മൾട്ടിപ്പിൾ അവിടെ എത്രയാണ്? *2 ആണ്. അപ്പോൾ ബോയുടെ എണ്ണം എത്രയാണ്? 11 2s are 22. ഗേളിനാണ് എത്രയാണ്? 9 2s are 18. ഇനി എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ്, ശ്രദ്ധിച്ചേ, ഇഫ് വായിച്ച് നോക്കിക്കേ. ഇഫ് ഈച്ച് ബോയ് ഗെറ്റ് 180, ഓരോ ബോയിനും 180. എത്ര ബോയ് ഉണ്ട് ഇവിടെ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, എത്ര ബോയ് ഉണ്ട്? ബോയ് 22 അല്ലേ? ബോയ് എന്ന് പറയുമ്പോൾ 22 ആണ്. 22 ബോയ്ക്കും 180 വെച്ച് കിട്ടി. ഈച്ച് ഗേൾ ഗെറ്റ്, ഗേൾ എത്രയാ? 18 ആണ്. ഈച്ച് ഗേൾ ഗെറ്റ് എത്രയാ? 200. ഈച്ച് ഗേൾ ഗെറ്റ് ₹200, 200 രൂപ കിട്ടുകയാണെങ്കിൽ അപ്പോൾ 18 × എന്ത് കിട്ടും? 18 × 200 കിട്ടും. 18 × 200 ഇതാണ് ഇവർക്ക് മൊത്തം കിട്ടിയ എമൗണ്ട് അല്ലേ. ജസ്റ്റ് എന്ത് ചെയ്യുക? അഡീഷൻ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷനും അഡീഷൻ ചെയ്യുക. 22 × 180, 22 × 18 എത്രയാ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ അത്? ഡിഫറൻസ് 4 ഉള്ളത്. 18 × 22 ഡിഫറൻസ് 4 ആണ്. അപ്പോൾ മിഡിൽ നമ്പർ 20, 20² -4, 400 - 4 396 കിട്ടും. 396ഉം ഒരു 0. 18 × 200, 18 × 2 36 ആണ്. 3600. ജസ്റ്റ് ആഡ് ചെയ്യുക, ആൻസറായി 6051
7. അപ്പോൾ ആൻസർ എന്താ 7560. മൈ ആൻസർ ഈസ് 7560. അപ്പോൾ ടോട്ടൽ ഇഫ് കണ്ടീഷണൽ ബോയ്സ് 180 ഗേൾസ് 200 ആണെങ്കിൽ അവരുടെ എന്ത് കിട്ടി എനിക്ക് നമ്പർ ഓഫ് ബോയ്സ് 22 കിട്ടി, നമ്പർ ഓഫ് ഗേൾസ് 18 ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് കണ്ടത് ഇവിടെ ആൻസർ അവസാനിക്കും വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. 40 ആണെങ്കിലും ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി 22 18 കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ അവർ ടോട്ടൽ എമൗണ്ട് ചോദിച്ചേക്കുന്നത്. സോ മൈ ആൻസർ ഈസ് 7560. ആൻസർ ഏതാ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, അടുത്ത് നോക്കിക്കേ. Pratik has 6666800 with him. He invested some amount 20% per annum simple interest for 5 years. റെസ്റ്റ് എമൗണ്ട്. അപ്പോൾ സിമ്പിൾ SICA ക്വസ്റ്റ്യൻ ആണ്. SICA ക്വസ്റ്റ്യൻസ് ഇത് എങ്ങനെ അലിഗേറ്റ് ചെയ്യുന്നത് മനസ്സിലായത്? സം എമൗണ്ട് പാർട്ടായിട്ട് കുറച്ച് ഭാഗം തിരിക്കുക. സം എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിനും ആൻഡ് ദ റെസ്റ്റ്. അപ്പോൾ സമ്മും റെസ്റ്റുമാണ്. അപ്പോൾ എന്താണ് അവിടെ ഒന്നെങ്കിൽ സമ്മും റെസ്റ്റും അലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സമ്മും റെസ്റ്റും എന്താ സിമ്പിളും കോമ്പൗണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ ഹെഡിങ് കൊടുക്കാം സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയാൻ എത്രയാണ്? 20% per annum for 5 years. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അറിയാം 5 വർഷത്തേക്ക് 20% ആണെങ്കിൽ 5 × 20 100% അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഘടനയിൽ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന പാറ്റേണിൽ 100% എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. 100% ഇൻട്രസ്റ്റ്. എങ്ങനെ 100 കിട്ടിയേ? 5 × 20. 5 × 20 ആണ്. 5 × 20 ആണ്. അതായത് മനസ്സിലാക്കുക ടോട്ടൽ പെർസെൻറ്റേജ് 20 ആണ്, 5 വർഷത്തേക്കാണ്. 20 × 5 100% കിട്ടി. കോമ്പൗണ്ട് ആകുമ്പോൾ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 3 ഇയേഴ്സിനാണ്. 3 ഇയേഴ്സിന് 20%. നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ലോജിക്ക് എന്താ? ഇൻട്രസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, കൂട്ടുപലിശയാണ്. 3 വർഷത്തേക്ക് ട്രീ മെത്തേഡൊക്കെ പഠിച്ച് ഓർക്കുന്നില്ലേ? ട്രീ മെത്തേഡ് അല്ലേ. അപ്പോൾ എന്താണ് 20% ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലും 20 കിട്ടും, സെക്കൻഡ് ഇയറിലും 20 കിട്ടും, തേർഡ് ഇയറിലും 20 കിട്ടും. വിത്ത് റെസ്പെക്ട് ടു പ്രിൻസിപ്പിൾ ആണ്. ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഈ 20യുടെ 20% വരും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ 4 കിട്ടും, ഫസ്റ്റ് ഇയറിലെ 4 കിട്ടും, സെക്കൻഡ് ഇയറിലെ 4 കിട്ടും, തേർഡ് ഇയറിലെ 4 കിട്ടും. തേർഡ് ഇയറിലെ 4ൻ്റെ 20% എത്രയാണ്? 4ൻ്റെ 10.4 0.8. അപ്പോൾ ടോട്ടൽ ഇത്ര പെർസെൻറ്റേജ് കിട്ടും. ഇതെല്ലാം ആഡ് ചെയ്ത് 20 + 20 + 20 60 ആണ്. 60 + 12 72. 0.8 ആകുമ്പോൾ എന്താ 72.8% എന്തിൽ കിട്ടും? കോമ്പൗണ്ടിൽ കിട്ടും. മാർക്ക് ചെയ്യാം 72.8%. ഇതാണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ഹി ഗോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം, റഫ് വർക്കാണ്. അപ്പോൾ ഞാൻ അലിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 100%നെയും 72%നെയും വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ഓവറോൾ വെച്ചാണ്. ഈ ഓവറോൾ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? പെർസെൻറ്റേജ് ഇല്ല. ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ശ്രദ്ധിച്ച്, ഇഫ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഹിം ഇൻ ദ 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 54400. അതായത് അദ്ദേഹത്തിന് മൊത്തം ഇൻട്രസ്റ്റ് ആയി രണ്ടിലും കൂടി കിട്ടിയത് 54400. എനിക്ക് വേണ്ടത് എന്താ? എനിക്ക് വേണ്ടത് പെർസെൻറ്റേജിലാണ്. എനിക്ക് വേണ്ടത് രണ്ടും പെർസെൻറ്റേജിലാണ്, അവിടെ റുപ്പീസിലുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റണം. എനിക്ക് ഓവറോൾ കിട്ടേണ്ട വാല്യൂ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. എനിക്കറിയാം അവിടെ കിട്ടിയ വാല്യൂ എത്രയാണെന്ന് നോക്കിക്കേ. ഞാൻ സൈഡിൽ കൗണ്ട് ചെയ്യാം. എത്രയാണ്? 544. ശ്രദ്ധിക്കണം കേട്ടോ. 54400 ആണ് മൊത്തം ഇൻട്രസ്റ്റ് കിട്ടിയത്. വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ഇൻട്രസ്റ്റ് കിട്ടുക? പ്രിൻസിപ്പിൾ അല്ലേ. ബൈ പ്രിൻസിപ്പിൾ എത്രയാണ്? 68,000. ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടാൽ ആൻസറായി × 100. ഓക്കെ, ഇവിടെ ഇതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? കുറച്ച് സ്ഥലം വേണം. × 100 ആണ്. ക്യാൻസൽ ചെയ്യാം. ഇവിടെ മുകളിൽ 2 0, ഇവിടെ 2 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. 5440/68 ആണ്. 68ൻ്റെ മൾട്ടിപ്പിൾ 17. 17ൽ പോവും. 17 × 4 ആണ്. 5440 17 × 54. 17 3s are 51. ബാക്കി 30 ഉണ്ട്. 3 ഉണ്ട്. 3 4 34. 2 ആണ്. 320. അപ്പോൾ ആൻസർ എന്താ? 320/4. 320/4 എന്താടാ? 80 അല്ലേ. അപ്പോൾ ഓവറോൾ ഇൻട്രസ്റ്റ് കിട്ടിയ പെർസെൻറ്റേജ് എത്രയാണ്? 80% ആണ്. സെൻറ്ററിൽ മാർക്ക് ചെയ്തു. ആൻസറിലേക്ക് എത്താറായി. ഇത്രയുള്ള പരിപാടി. 80%, 100% എല്ലാം അലിഗേറ്റ് ചെയ്യുക. സ്മോളർ വാല്യൂ മൈനസ് ബിഗർ വാല്യൂ. 100% മൈനസ് 80% 20 ആണ്. 20 ആണ്. അടുത്തത് 80% മൈനസ് 72.8%. 72 ആണെങ്കിൽ 8 ആയേനെ. 72 പറയുമ്പോൾ 7.2 അല്ലേ. അപ്പോൾ 7.2 കിട്ടും. 7.2 20. രണ്ട് ഭാഗത്തും എനിക്ക് എന്ത് കിട്ടി? വാല്യൂസ് കിട്ടി. പക്ഷേ ഡെസിമലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് റേഷ്യോ ഒരിക്കലും ഫ്രാക്ഷനിലും ഡെസിമലിലും എഴുതരുത്. 7. ഇവിടെ പോയിന്റ് ഉണ്ട് കേട്ടോ. 0.2 ആണ്. അവിടെ 20 ആണ്. അപ്പോൾ ഞാൻ മാറ്റി × 10 ചെയ്തു. 72 200 എന്തിൽ കട്ട് ചെയ്യാം? 72. 8ൽ പോലോ 8 × 9 ആണ്.
8 ഇൻറ്റു 25 ആണ്. അപ്പോൾ പുതിയ റേഷ്യോ എന്താണ്? 9:25 ആണ്. ടോട്ടൽ പാർട്ട് എത്രയാണ്? 9ഉം 25ഉം മൊത്തം 34ആണ്. 34 പാർട്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. എനിക്കറിയാം പ്രിൻസിപ്പിൾ എത്ര എമൗണ്ടാണ്? മൊത്തം 68,000 ആണ് അല്ലേ. അപ്പോൾ ഈ കാണുന്ന 34 പാർട്ടാണ് 64,000 എങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. 34 പാർട്ടാണ്, ശ്രദ്ധിച്ചേ, 34 പാർട്ടാണ് 68,000 എങ്കിൽ 1 പാർട്ട് എത്രയാണ്? 1 പാർട്ട് 2,000. 34 ഇൻറ്റു 2,000 അല്ലേ? ഒരു മിനിറ്റ്, ക്ലിയർ അല്ലേ അല്ലേ? ഓക്കെ, അതായത് 34 പാർട്ടാണ് 68,000 എങ്കിൽ 1 പാർട്ട് എത്രയാണ്? ഇൻറ്റു 2,000 ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു 2,000 ചെയ്തേക്കുന്നത്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ എമൗണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ പ്രതീക് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ ഭാഗത്തല്ലേ? എത്ര പാർട്ടാണ് നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര പാർട്ടാണ്? 25 പാർട്ടാണ്. അപ്പോൾ എനിക്ക് 25 പാർട്ടിൻ്റെ വാല്യൂ കൂട്ടൽ ആൻസറായി. 1 പാർട്ട് 2,000 ആണെങ്കിൽ, ശ്രദ്ധിച്ചേ, 1 പാർട്ട് 2,000 ആണെങ്കിൽ എനിക്ക് 25 പാർട്ട് കാണണം. മൈ ആൻസർ എത്രയാണ്? 1 പാർട്ട് 2,000 ആണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതുന്നതാണ്. അങ്ങനെയെങ്കിൽ 25 പാർട്ട് 25 ഇൻറ്റു 2 എത്രയാണ്? 50,000 കിട്ടും. 50,000 ആണ് ആൻസർ. എന്തിൻ്റെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ആൻസർ 50,000 ആണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എത്ര സമയം എടുക്കുന്നത്? പെട്ടെന്ന് ചെയ്യുമ്പോൾ വളരെ ഒരു 10-15 സെക്കൻഡ് മാക്സിമം എടുക്കുള്ളൂ. മൈ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 50,000. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നോക്കിക്കേ. മാൻ ട്രാവൽ എ ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വാക്കുണ്ട് അവിടെ? പാർട്ട്ലി, 2 ഭാഗമായിട്ടാണ്. ഒന്ന് ബൈസിക്കിളിലും ഒന്ന് ഫൂട്ടിലുമാണ്. രണ്ടിൻ്റെയും വ്യത്യസ്ത രീതിയിലാണ് പോകുന്നത്. 2 പാരാമീറ്റേഴ്സും, ഒന്ന് സൈക്കിളിലും ഒന്ന് ഫൂട്ടിലുമാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? അലിഗേറ്റ് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ താഴത്തുനിന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ താഴത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ടോപ്പിക്സാണ് നിങ്ങൾക്ക് വേണ്ടത്? താഴത്ത് കമൻറ്റ് ചെയ്യുക. പതിയെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ അല്ലേ? സെറ്റിലടാ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.